2025 വിട പറഞ്ഞ് 2026 എന്ന പുതിയ വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ കഴിഞ്ഞ വർഷം ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഓരോ വർഷവും തുടങ്ങുമ്പോൾ പല നല്ല തീരുമാനങ്ങൾ, റെസൊല്യൂഷൻസ് എടുത്തുകൊണ്ടാണ് നാം തുടങ്ങാറുള്ളത്. എത്ര ശക്തമായ പ്ലാനുകൾ ഉണ്ടാക്കിയാലും മനുഷ്യരായ നമുക്കത് നടപ്പിലാക്കണമെങ്കിൽ ദൈവത്തിൽ നിന്നൊരു ശക്തി ആവശ്യമാണ്. അത് നമുക്ക് പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ വർഷം നമ്മൾ എടുക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തീരുമാനങ്ങളെയും ദൈവത്തിൽ സമർപ്പിക്കാം. ആദ്യമായി എപ്പോഴും എന്തിനും പരാതി പറയുന്നതിന് പകരം നന്ദി പറയാൻ ശ്രമിക്കാം. നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാൻ ശ്രമിക്കാം. ഗോസിപ്പിന് പകരം മറ്റുള്ളവരെ പ്രശംസിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയട്ടെ. പാസ്റ്റ്, കഴിഞ്ഞുപോയ കാലങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരായി തീരാതെ പ്രസന്റിൽ ജീവിക്കാൻ ശ്രമിക്കാം. ഫ്യൂച്ചർ ദൈവകരത്തിൽ സമർപ്പിക്കാം. മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്നതിന് പകരം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പുതിയ വർഷം ശക്തിയോടൊന്ന് എണീറ്റിരുന്ന് ദൈവത്തോട് നന്ദി പറയാൻ പോലും കഴിയാത്ത വേദനയിൽ കഴിയുന്നവരെയും ഹൃദയം തകർന്നിരിക്കുന്നവരെയും നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കാം. മറ്റുള്ളവർക്കായി നാം യാചിക്കുമ്പോൾ ആ പ്രാർത്ഥന വളരെ ശക്തിയേറിയതാണ്. 2026 ഒരു പുതിയ ഹൃദയത്തിനും ശുദ്ധമായ മനസ്സിനും വേണ്ടി യാചിക്കാം. ഈഗോയും കോപവും പ്രൈഡും നിറഞ്ഞ ഹൃദയമല്ല, വിനയവും ക്ഷമയും സ്നേഹവും നിറഞ്ഞ ഹൃദയം തരണമേ എന്ന് യാചിക്കാം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, നീ വർഷത്തെ നന്മ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു, നിന്റെ പാതകൾ സമൃദ്ധിയായി നിറഞ്ഞിരിക്കുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ദൈവവചനത്തിലെ ഈ വാഗ്ദാനം നമ്മളെ നയിക്കട്ടെ. വിശ്വാസത്തോടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് കടക്കാം. ഒരു മഹത്തായ, സമൃദ്ധിയായ, അനുഗ്രഹീതമായ 2026 എല്ലാവർക്കും ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ടു യു ഓൾ.